ഇന്ന് തിരുവോണം. അത്തപ്പൂക്കൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടുമുറ്റത്തു നിന്ന് കിട്ടിയിട്ടുള്ള പൂക്കളാണ്. ചെറിയൊരു അത്തപ്പൂക്കൾ റെഡിയാക്കണം, എന്നിട്ട് വേണം എനിക്ക് തൊടുപുഴ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ വിശേഷ ദിവസവും ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാറുണ്ട്. അത് മനസ്സിൻ്റെ ഒരു തൃപ്തിയാണ്. ഉള്ള പൂക്കളനുസരിച്ച് ഞാനൊരു കുഞ്ഞ് അത്തപ്പൂക്കളം റെഡിയാക്കിയിട്ടുണ്ട്. അത്തപ്പൂക്കളെല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും ഒത്തിരി ലേറ്റായി. ഇനി അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ തിരക്കുണ്ടാകുമോ എന്നറിയില്ല. അവിടെ പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്തവണത്തെ ഓണത്തിന് ഞാനും പപ്പയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സദ്യ ഒരുക്കുന്ന ഒരു സന്തോഷത്തിലും കൂടിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ സദ്യ ഒറ്റയ്ക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ സദ്യക്ക് വേണ്ട ലിസ്റ്റൊക്കെ ഞാൻ തലേദിവസം എഴുതി റെഡിയാക്കി വെച്ചു. വെജിറ്റബിൾസ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് പോയി വന്നിട്ട് വേണം എനിക്ക് ഉച്ചക്കത്തേക്ക് സദ്യയെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു സന്തോഷമുള്ള സമയമാണ്. ഇതുപോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് നന്നായിട്ട് ഒരുങ്ങി പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടമാണ്. ഞാൻ അതുപോലെ ദിവസങ്ങളിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാക്സിമം ഞാൻ സെറ്റ് സാരി ഉടുക്കാൻ വേണ്ടി നോക്കും. ടൂ വീലറിൽ പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് പാടാണ്. പക്ഷേ എങ്കിലും എനിക്ക് അമ്പലത്തിൽ പോകുമ്പം, വിശേഷ ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകുമ്പം സെറ്റ് സാരി മുല്ലപ്പൂ എനിക്ക് നിർബന്ധമാണ്. പക്ഷേ ഇത്തവണ എനിക്ക് മുല്ലപ്പൂ കിട്ടിയില്ല. ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് മുല്ലപ്പൂ കിട്ടിയില്ല. പക്ഷേ അതിന് മുന്നേ ഒരു ഇൻസ്റ്റാഗ്രാം റീലിന് ഡാൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മുല്ലപ്പൂ ആ സമയത്ത് ഞാൻ വാങ്ങിച്ചു. അപ്പം അത് വെച്ചിട്ട് ഞാൻ സമാധാനിക്കുകയാണ്. മുല്ലപ്പൂ ഇല്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ അമ്പലത്തിൽ സാരിയൊക്കെ ഉടുത്തിട്ട് പോകണേ. സെറ്റ് സാരി ഉടുത്താൽ എനിക്ക് മുല്ലപ്പൂ നിർബന്ധമായിട്ടും വേണം. അത് എത്ര കൂടിയാലും കുറയരുതെന്ന് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ പതിവിലും വിപരീതമായി ഞാൻ ഇന്ന് 1 പ്ലേറ്റ് ഇട്ടിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. സാധാരണ ഞൊറി ഇട്ടിട്ടായിരുന്നു പോകുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ ഷോപ്പ് ചെയ്തിട്ടുള്ള സാരിയാണ്. അപ്പോൾ എനിക്കത് 1 പ്ലേറ്റ് ഇട്ട് തന്നെ ഉടുത്താലാണ് ഭംഗിയെന്നൊരു തോന്നൽ വന്നു. അതുകൊണ്ട് 1 പ്ലേറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകണേ. അപ്പം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നേരെ അടുക്കളയിലേക്ക്. അപ്പോൾ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു. പച്ചക്കറിയൊക്കെ ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വെള്ളരിക്ക പച്ചടിയാണ് ഫസ്റ്റ് ഞാൻ റെഡിയാക്കണത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ബീട്രൂട്ട് പച്ചടിയും ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് 2 അടുപ്പിലും വെച്ചിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ബീട്രൂട്ട് പച്ചടി ഇടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര താമസമില്ല. ഞാൻ റെസിപ്പിക്ക് എനിക്ക് അറിയുന്നത് കൊണ്ട് ഒത്തിരി താമസമില്ലാതെ എനിക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. പിന്നെ ഉണ്ടാക്കിയത് ക്യാബേജ് തോരനാണ് ഉണ്ടാക്കിയത്. അതും എനിക്ക് ഇഷ്ടമുള്ളൊരു തോരനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ റെഡിയാക്കുന്ന ഒരു തോരനാണ്. അപ്പം 2 വിഭവങ്ങൾ ഞാൻ അടുപ്പിലിരിക്കുമ്പോൾ തന്നെ ടൈം മാനേജ് ചെയ്തിട്ട് അടുത്തത് അരിഞ്ഞ് വയ്ക്കും. പിന്നെ തേങ്ങ ചിരണ്ടി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അധികം സമയം കളയാതെ തന്നെ ഈ ഒരു സമയപരിധിക്കുള്ളിൽ ഇത്രയും ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. അടുപ്പൊഴിയാത്ത രീതിയിൽ തന്നെ ഞാൻ എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ റെഡിയാക്കുന്നത് മത്തങ്ങ പയർ എരിശ്ശേരിയാണ്. ഇതും ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റമാണ്. അപ്പം അതുകൊണ്ട് അരപ്പൊക്കെ എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ അതെല്ലാം ബീട്രൂട്ട് പച്ചടിയും വെള്ളരിക്ക പച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എല്ലാം ഒപ്പം തേങ്ങ ചിരണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ഓലൻ മാത്രമാണ് എനിക്ക് ഡൗട്ടുള്ള ഒരു സംഭവം. കാരണം ഇത് നമ്മൾ സദ്യക്ക് അല്ലാതെ സാധാരണ നോർമലി അങ്ങനെ ഓലൻ ഉണ്ടാക്കാറില്ല. സോ ഇതൊരു പരീക്ഷണാർത്ഥം ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ അവിയലും ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുറുക്ക് കാളൻ ആദ്യമായിട്ട് ഞാൻ പരീക്ഷിക്കണതാണ്. കുറുക്ക് കാളൻ ഞാൻ ഇതുവരേക്കും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു.
സാമ്പാറൊക്കെ ഈസി ആയതുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ റെഡിയാക്കി എടുത്തത്. അപ്പോൾ സദ്യക്കുള്ള വിഭവങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റി. 8 കൂട്ടം ഐറ്റങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിരുന്നു. ഇതൊരു സന്തോഷമായിരുന്നു എനിക്ക്. എല്ലാം ഓണത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം തനിയെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി. പായസം മാത്രം ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. ബാക്കി സദ്യക്കുള്ള എല്ലാം ഉണ്ടാക്കി. ഞങ്ങൾ 2 പേരുടെ ഓണം നല്ല അടിപൊളിയായിരുന്നു.